മലങ്കര ഓർത്തഡോക്സ് സഭാമക്കളുടെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ചർച്ച ചെയ്യുവാൻ അൽവാരിസ് മീഡിയ ഒരുക്കുന്ന പുതിയ വേദി ദ മലങ്കര ഫേസ് ടു ഫേസ്. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വിശിഷ്ടാതിഥികളായി എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മുടെ ഈ ശാന്തി നിലയത്തിൻ്റെ കാരണവരായിരിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിവന്ദൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അൽവാരിസ് മീഡിയയുടെ പേരിലും ഈ സംവാദത്തിൻ്റെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. അതുപോലെ തന്നെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി വളരെ ശുഷ്കാന്തിയോടുകൂടി നമ്മുടെ ഈ സംഗമത്തിന് അതിൻ്റെ തീയതി കുറിച്ച നാൾ മുതൽ വളരെ ഉത്സാഹത്തോടുകൂടി ക്ഷമാന്വേഷണങ്ങൾ അന്വേഷിക്കുകയും വളരെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തു. തിരുമനസിനെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏഷ്യാനെറ്റ് ഗ്ലോബലിൻ്റെ പ്രൊഡ്യൂസറായി വളരെ സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ബൈജു മേലില, അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു അരുമ സന്താനം കൂടിയാണ്. മലയാളികളുടെ ജനപ്രിയ പ്രോഗ്രാമുകളായ ഐഡിയ സ്റ്റാർ സിംഗർ, വോഡഫോൺ കോമഡി സ്റ്റാർസ് തുടങ്ങിയ ജനപ്രിയ പ്രോഗ്രാമുകളിലൂടെ ജനപ്രിയനായി തീർന്ന ബഹുമാനപ്പെട്ട ബൈജു മേലിലായെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിസ്തുലമായി ഒരു ലാഭേച്ഛയും കൂടാതെ മലങ്കര സഭാമക്കൾ സഭയുടെ വാർത്തകൾ മറ്റാരുടെയും ഇടപെടൽ കൂടാതെ വേഗത്തിൽ അറിയണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ സ്നേഹം നിറഞ്ഞ ശ്രീ ജോയ്സ് തോട്ടക്കാട്, മാർത്തോമൻ TV ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ ചർച്ചയിൽ പ്രേക്ഷകരായി പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സംവാദത്തിൻ്റെ പ്രധാന വിഷയം മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ളതാണ്. വളരെ പൗരാണികമായ സഭയാണ്. മാർത്തോമാ ശ്ലീഹായുടെ പാവന സ്പർശത്താൽ പുളകിതമാണ് മലങ്കര. ഇങ്ങനെ ഒത്തിരി അഭിമാനങ്ങൾ നമുക്കുണ്ടെങ്കിലും മാധ്യമരംഗത്ത് വേണ്ടത്ര ശോഭിക്കുവാൻ, വളച്ചൊടിവില്ലാതെ മലയാളികൾക്ക്, മലങ്കര മക്കൾക്ക് വാർത്തകൾ നന്നായി എത്തിക്കുവാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു ശ്രദ്ധേയമായ, ചിന്തനീയമായ ഒരു വസ്തുതയാണ്. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക്, ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഭാഗ്യ സ്മരണാർഹനായ അഭിവന്യ അൽവാരിസ് തിരുമേനിയുടെ 90ാമത് ഓർമ്മ പെരുന്നാൾ ആചരിക്കുകയാണല്ലോ. ഈ സമയം തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ മാധ്യമ രംഗത്ത് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തി ശ്രദ്ധേയമായി ഈ മാധ്യമരംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വന്യ പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അഭിവന്യ തിരുമേനിയുടെ നാമധേയത്തിലാണ് ഈ അൽവാരിസ് മീഡിയ പ്രവർത്തിക്കുന്നത്. തിരുമേനിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ആദ്യമായി അഭിവന്യ യൂലിയോസ് തിരുമേനി അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ അധിപൻ എന്നതിനേക്കാൾ ഉപരി മലങ്കര സഭയ്ക്ക്, മാധ്യമങ്ങൾക്ക് വളരെ ശക്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ശക്തമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തിരുമേനിയാണ്. തിരുമേനിയുടെ കാഴ്ചപ്പാടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ശക്തമായ ഒരു മാധ്യമ ശ്രേണി ഉണ്ടാകേണ്ടിയിരിക്കുന്നില്ലേ? എന്താണ് തിരുമേനിയുടെ അഭിപ്രായം? ഈ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുവാനിടയാകുന്നതിലെ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് ചാക്കോ അച്ഛൻ,
ചോദിച്ചിരിക്കുന്നത് വളരെ സാരവത്തായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ അല്പം ഞാൻ സഭയുടെ ചരിത്രത്തിലേക്കും ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാധ്യമം എന്നാൽ സംവേദന പ്രക്രിയയാണ്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സുവിശേഷം. നല്ല വിശേഷം ലോകത്തെ അറിയിച്ചത് നമ്മുടെ കർത്താവാണ്. ആ നല്ല വിശേഷം തലമുറകളിലേക്ക്, വംശങ്ങളിലേക്ക്, വിവിധ ഭാഷകളിലേക്ക് സന്നിവേശിപ്പിച്ചത്, സംവേദനം ചെയ്തത് നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, പിതാക്കന്മാരാണ്. ഈ ഒരു ചിന്ത തീർച്ചയായിട്ടും ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഓരോ കാലത്തും ഏതു വിധത്തിൽ ഈ സംവേദന പ്രക്രിയ സാധ്യമാണോ ആ വിധത്തിലൊക്കെയും അത് ചെയ്യുവാൻ തക്കവണ്ണം സഭാപിതാക്കന്മാർ ആവോളം യത്നിച്ചിട്ടുണ്ട്. ഇവിടെ പേർ പറയപ്പെട്ട അൽവാറിസ് യൂലിയോസ് തിരുമേനി, അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ചൊരു ടോക്ക് കോട്ടയം പഴയ സെമിനാരിയിൽ നവതിയോട് ചേർന്ന് നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ നാമധാരി കൂടിയായ എനിക്കൊരവസരമുണ്ടായി. തിരുമേനിയുടെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലത്തിൽ വളരെ ശക്തമായ ഒരു പ്രവർത്തന മണ്ഡലം മാധ്യമലോകമായിരുന്നു. അദ്ദേഹം ഗോവയും ബ്രഹ്മവാറും കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പഴയ സെമിനാരി സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് ഒന്നാമൻ അഥവാ ദിവന്നാസ്യൂസ്മാരുടെ പട്ടികയിൽ രണ്ടാം ദിവന്നാസ്യൂസ് തിരുമേനിയുടെ കാലം, കായംകുളം പീലിപ്പോസ് റമ്പാച്ചൻ്റെ കാലം അവരെ സമകാലീനരായിരുന്നു. ഏറ്റവും മിനിമം ആ കാലം മുതലെങ്കിലും സുവിശേഷം വിവർത്തനം ചെയ്യപ്പെടണം, അത് മാതൃഭാഷയിൽ അച്ചടിക്കപ്പെടണം. ഇങ്ങനെ വലിയ ആഗ്രഹവുമായിട്ട് അവർ നടന്നു. വിദേശ മിഷണറിമാരുമായിട്ട് സഭ ബന്ധപ്പെടുന്നത് ഈ ഒരു ലക്ഷ്യത്തിലാണ്. ഒരു മുദ്രണ വിഭാഗമുണ്ടാകണം. ഞാൻ പറയുന്നത് 200-ലധികം വർഷങ്ങൾക്ക് മുൻപുള്ള 1811 ആദ്യ മലയാള വേദപുസ്തകം ഭാഗികമായിട്ടെങ്കിലും സുവിശേഷങ്ങളെങ്കിലും അച്ചടിച്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏത് കാലത്തും ഏതൊക്കെ വിധത്തിലുള്ള മാധ്യമ സംവിധാനങ്ങളുണ്ടോ ആ മാധ്യമ സംവിധാനങ്ങളെ പോസിറ്റീവായി ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് നന്മ എത്തിക്കുക, ഇത് സഭയുടെ ദൗത്യമാണ്. ആധുനിക കാലത്ത് ഇതിനു ശേഷം പലതരത്തിലുള്ള മാധ്യമ പ്രസ്ഥാനങ്ങളുണ്ടായി. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആദ്യത്തെ ഒരു പത്രം, ഇപ്പോൾ പത്രപ്രവർത്തനം ഈ വാക്കുകളൊക്കെ ഉണ്ട്. കേരളത്തിൽ പത്രമെന്ന ആശയം തുടങ്ങുന്നത് ദിവന്നാസ്യൂസ് അഞ്ചാമൻ്റെ കാലത്താണ്. കേരള പതാക, ഇന്ന് വളരെ മാധ്യമ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപനം, ഇതെല്ലാം മലങ്കര സഭയാണ് അതിന് സ്ഥലം നൽകിയത്, അതിന് ഓഹരി നൽകിയത്. മനോരമയുടെ കൂട്ടുദായസത്ത് എന്നൊക്കെ പറയുന്നതിലെ മലങ്കര സഭയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഓഹരിക്കാർ. അപ്പോൾ മാധ്യമലോകത്തിലേക്ക് സഭയെ മാത്രമല്ല സമൂഹത്തെ തന്നെ കൊണ്ടുവരുവാനും നല്ല വാർത്തകൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെയുള്ള ശ്രമത്തിൽ മലങ്കര സഭ എന്നും മുൻപന്തിയിലായിരുന്നു. ഇതൊരു പരോക്കിലിസമായിട്ടോ അല്ലെങ്കിൽ സഭയെ ഒരു സങ്കുചിത സ്വഭാവത്തോട് ഉയർത്തിക്കാട്ടാനൊന്നും അല്ല ഈ പറയുന്നത്. തിരുമേനി, ഞാൻ ഇടപെട്ടോട്ടെ. തിരുമേനി പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സഭ ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകിയ വലിയ സംഭാവനകളാണ് തിരുമേനി ഇപ്പോൾ സൂചിപ്പിച്ചത്. മലയാളത്തിൽ ആദ്യമായി അച്ചടി മാധ്യമത്തെ കൊണ്ടുവരിക തുടങ്ങി ഒത്തിരി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സഭയാണ് നമ്മുടെ സഭ. എന്നാലും ആ തുടക്കം കുറിക്കുമ്പോൾ സമൂഹവും ഈ ആളുകളും നമ്മളെ നന്നായി സ്വീകരിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുകയും ചെയ്തിട്ട്, പക്ഷേ ആ മാധ്യമങ്ങളോടൊപ്പം
അതിൻ്റെ സാരഥ്യം വഹിക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കാതെ വന്നു? അത് ഒരു അപജയമായി നമ്മളോട് തന്നെയുള്ള ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അതിനോട് തിരുമേനി എന്ത് പറയും? ഞാനൊരു വാക്കത് പറയാം. ഈ ഒരു പുതിയ കാര്യത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളത് ഏത് കാലത്തും അതിന് ഒരുപാട് വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ സ്വന്തം വീടും പുരയിടവും വിറ്റ് വേദപുസ്തകം അച്ചടിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് പുലിക്കോട്ടിലൊന്നാമൻ. അത് സ്വപ്നം കണ്ട് നടന്നതാണ് അവരെല്ലാം. 6-ാം മാർത്തോമായുടെ കാലത്ത്, ദിവനാസ്യൂസ് ഒന്നാമൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഈ പുലിക്കോട്ടിൽ റമ്പാച്ചനും കായംകുളം റമ്പാച്ചനും സ്വൈരം കൊടുത്തിട്ടില്ല, നമുക്ക് വേദപുസ്തകം മലയാളത്തിൽ അടിക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സുറിയാനിയിൽ വായിച്ച പോരെ, തർജ്ജമ ചെയ്തിട്ട് അതിൻ്റെ സുഖം കളയണോ? നമ്മളിതുവരെ സുറിയാനിയിലല്ലേ വായിച്ചുകൊണ്ടിരുന്നത്, എന്തിന്? തിരുമേനിക്ക് അറിയാം, തക്സ ആക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് പരുമലയിലുണ്ടായത് ഷമ്മാസിൻ്റെ വേഷം ധരിച്ചുകൊണ്ടൊരു പിശാച് ഇവിടെ മലയാളം തക്സായും പിടിച്ചുകൊണ്ട് വിൽക്കാൻ നടക്കുന്നുണ്ട്, നിങ്ങളത് ആരും മേടിക്കരുതെന്നാണ്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശന വിധേയമാകും. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ വിമർശനങ്ങളെ നല്ല അർത്ഥത്തിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒന്ന് സ്ലോ ടു ന്യൂ തിങ്സ് എന്നൊരു ഒരു ചിന്തയുണ്ട്. ഓഫ് കോഴ്സ് വി വിൽ ബി ദെയർ, ബട്ട് സ്ലോ ടു ന്യൂ തിങ്സ്. പക്ഷേ ആ പ്രോസസ്സിൽ തന്നെ ചിലരെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, അല്പം സമതല തെറ്റിയവർ എന്നൊരു പക്ഷേ വിമർശിക്കപ്പെടാവുന്ന ആളുകൾ മുന്നോട്ട് ചാടിയാലേ അതിനൊരു ഇതുണ്ടാകുകയുള്ളൂ. പിന്നെ അത് കുറേ സെറ്റിൽ ഡൗൺ ചെയ്ത് തിരിച്ചും മറിച്ചും വരും. ശ്രീ ജോയിസ് തോട്ടക്കാട്, താങ്കൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാധ്യമരംഗത്ത് ഒരുപക്ഷെ ആദ്യമായി മറ്റ് ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഇൻ്റർനെറ്റ് മാധ്യമത്തെ വളരെ കയ്യിലൊതുങ്ങാവുന്ന ഒന്നാണ് എന്ന് തെളിയിക്കുകയും അത് ഇപ്പോഴും പേര് മാറ്റി എങ്കിലും മാർത്തോമൻ TV എന്ന പേരിൽ വളരെ ജനശ്രദ്ധയുള്ള പ്രേക്ഷകർ എല്ലാ ദിവസവും സെർച്ച് ചെയ്യുന്ന ഒരു മീഡിയ ആയി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. താങ്കൾ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്തുണ്ടായ വെല്ലുവിളിയും ഇപ്പോൾ താങ്കളുടെ ഈ പ്രവർത്തനം നടന്നുകൊണ്ട് പോകുന്നതിലുള്ള വെല്ലുവിളിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് പങ്കുവച്ചാൽ. കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ആളല്ല, ഇതൊന്നും എല്ലാം സ്വന്തമായിട്ട് പഠിച്ചതല്ല, ഇത് ആരുടെയും കീഴിൽ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചതല്ല. അപ്പോൾ അങ്ങനെയാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചാണ് ആദ്യം നമ്മൾ സൈറ്റ് തുടങ്ങുന്നത്. പിന്നീട് അൽമായ വേദി എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മലങ്കര നസ്രാണി എന്ന് പറഞ്ഞൊരു സൈറ്റ് തുടങ്ങി. അതിനുശേഷമാണ് മലങ്കര ഓർത്തഡോക്സ് TV എന്ന് പറയുന്നത്. അത് 2007 ആരംഭിക്കുന്നത്. അത് അതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് ഇന്ന് എല്ലാവരും സഭയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി നോക്കുന്ന ഒരു മാധ്യമമാണത്. അപ്പം ആ രീതിയിൽ ഇതൊരു മിഷനാണ്. അത് അല്ലാതെ നമ്മളൊരു വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതി ഇവിടെ ഒരു മീറ്റിംഗ് നടന്നു. അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നു, പ്രമുഖ ശശി തരൂരുണ്ടായിരുന്നു, പ്രമുഖരെല്ലാം ഉണ്ടായിരുന്നു. ആ വാർത്ത മലയാള മനോരമയുടെ തിരുവനന്തപുരം എഡീഷനിൽ ഒരു എഡീഷനിൽ പോയി കാണും. അതിനപ്പുറത്തേക്ക് ഈ സാധനം പോയിട്ടില്ല. എന്തായാലും തിരുമേനി അത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ വരികയും ഞാൻ ഈ പ്രോഗ്രാം മുഴുവൻ ഷൂട്ട് ചെയ്യുകയും അത് മുഴുവൻ നമ്മൾ നെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഈ പ്രോഗ്രാം. അതിനകത്ത് ഈ 2000 കൊല്ലം നമ്മളിവിടെ ഈ ഒരു സഭയായിട്ട് നിന്നിട്ട് ഒരു ഇടതുപക്ഷ നേതാവ് നമ്മുടെ സഭയെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊരു പ്രസംഗം പറഞ്ഞു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായിരുന്നു. അദ്ദേഹം അതിന് വളരെ ഈ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ സമൂഹത്തിന് ചെയ്തെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു സാധനം അവിടെ പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള പല സംഗതികളും പല നടക്കുന്ന കാര്യങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ അത് ഭാവിയിലേക്ക്. അപ്പോൾ അതുപോലെ ഇതൊരു പുതിയ തലമുറയെ നമ്മളിത് ഈ സഭയുമായി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശം.
ഇതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഈ മാർത്തോമൻ ടി വി ഒക്കെ മുന്നോട്ട് പോകുന്നത്. അത് ആൾക്കാർക്ക് അത്ര മനസ്സിലാവുന്ന തരത്തില്ല. അതിൻ്റെ കുറച്ച് പേരൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കഷ്ടപ്പാടിനെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കുകയോ ചെയ്യുന്നവരുള്ളതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. സഭയിൽ നിന്ന് സാമ്പത്തികമൊന്നും തരുന്നതല്ല. ഇതൊരു സ്വതന്ത്രമായിട്ട് ഒരു പ്രൈവറ്റ് പ്രസ്ഥാനമായിട്ട് നടത്തുന്ന ഒരു സംഗതി. സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന വ്യക്തികളുണ്ട്. അത് ഇതിനകത്ത് പലരും ഇത് കാണുന്നു, ഇതിൻ്റെ പുറകിൽ ആര് കഷ്ടപ്പെടുന്നു എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊരു ജോയ്സ് തുടങ്ങിയാണെന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. ഇതൊരു കുറേ ആളുകളെ മലങ്കര സഭയുടെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന ആളുകൾ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ കൽപ്പന, വളരെ ശ്രദ്ധേയമായ ഒരു കൽപ്പന മലങ്കര സഭാ മക്കൾക്ക് ലഭിക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയകളെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നതാണ് അതിൻ്റെ സാരാംശം. ഇന്ന് നമ്മുടെ യുവാക്കൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ വിരൽത്തുമ്പിൽ എന്ത് കാര്യങ്ങളും, വിവരങ്ങളായാലും അത് എൻ്റർടൈൻമെൻ്റ് ആയാലും വിരൽത്തുമ്പിൽ എന്തും ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ യുവ സമൂഹത്തിനുള്ളത്. അങ്ങനെയിരിക്കെ നമ്മുടെ സഭാ വാർത്തകൾ, അതുപോലെ തന്നെ വളരെ നന്നായ സഭാപരമായ ചില ഡിസ്കഷനുകൾ, സഭയിലെ ആരാധനകൾ തുടങ്ങിയ എല്ലാം വിരൽത്തുമ്പിൽ നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ സഭയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ സഭാ ഗാത്രത്തിന് ഉണ്ടാകുന്ന നഷ്ടം ഒരു പരിധിവരെയെങ്കിലും നമുക്ക് തടയിടുവാൻ സാധിക്കും. ഈ ന്യൂ മീഡിയകൾ യുവാക്കളുടെ ഇടയിൽ ചെലുത്തുന്ന സ്വാധീനവും സഭ അതിൽ ഇടപെടേണ്ടുന്ന കാലവും അതിക്രമിച്ചു എന്ന് ഇരിക്കെ അതിനെക്കുറിച്ച് ശ്രീ ബൈജു മീലില എന്ത്? നമ്മളെല്ലാം പത്രധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പത്രധർമ്മത്തിന് ഒരു ചാനലിൻ്റെ ഇൻഫ്ലുവൻസ് എന്നതിനുപരി പത്രധർമ്മം എന്ന് പറഞ്ഞപ്പോൾ വിരൽത്തുമ്പിൽ നിൽക്കുന്ന മൊബൈൽ ഫോൺ. ഈ വിരൽത്തുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിനിമ ഇന്ന് റിലീസായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ പറ്റും. അത് അവൻ്റെ അഭിപ്രായമാണ്. അവൻ ആസ് എ റിപ്പോർട്ടർ, അന്നത്തെ ദിവസം അവൻ റിപ്പോർട്ടറാണ്. പിറ്റേന്ന് അവൻ അത് ലൈക്ക് ചെയ്യുന്നു, അവൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ മൊത്തം ലൈക്ക് ചെയ്യുന്നു. ഒരു പക്ഷേങ്കിൽ ആ സിനിമ നന്നായിട്ടുണ്ടാവും, ചീത്ത ഉണ്ടായിട്ടുണ്ടാവും, അവൻ കണ്ടിട്ടായിരിക്കത്തില്ല അത് ലൈക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരിലും പത്രധർമ്മം ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രത്യേകിച്ചും മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് ഒരു സഭയിലോ അല്ലെങ്കിൽ മറ്റെന്ത് എല്ലാ ഇപ്പം നമ്മൾ 20 ചാനലുണ്ട് മലയാളത്തിൽ, 20-21 ചാനലുണ്ട്. അതിൽ 12 ചാനൽ ന്യൂസ് ഓറിയൻറ്റഡ് ചാനലാണ്. ഇത്രത്തോളം ന്യൂസ് എവിടെയാണ് ഉള്ളത്? കേരളത്തിൽ ഇത്രത്തോളം ന്യൂസ് ഉണ്ടോ? നമുക്ക് ഒരു സരിത വരുമ്പോൾ ആ സരിതയെ മാക്സിമം പെരുപ്പിക്കുകയാണ്. ആ സരിത എങ്ങനെയൊക്കെ വിനിയോഗിക്കാം, ഏതെല്ലാം രീതിയിൽ, സരിത എവിടെ ഫോൺ ചെയ്തിരുന്നു, ആരെ ഫോൺ ചെയ്തിരുന്നു, അന്നത്തെ പത്രവാർത്ത അതാണ്. പിന്നെ ലൈംഗിക പീഡനങ്ങൾ, ചെറിയ പീഡനങ്ങൾ, 50 വയസ്സുള്ള ഒരാളെ 50 വയസ്സുള്ള വൃദ്ധൻ 15 വയസ്സുകാരെ പീഡിപ്പിക്കുന്നു. ആ പത്രമായിരിക്കും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. ഇന്ന് അങ്ങനത്തെ സാമൂഹിക അധപതനം നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ അധപതനത്തിന് കാരണം എന്താണെന്നുള്ളത് ആരും സ്റ്റഡി ചെയ്യുന്നില്ല. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. എൻ്റെ മോൻ ഫേസ്ബുക്ക് നോക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റത്തില്ല അവൻ്റെ അടുത്ത് ഫേസ്ബുക്ക് നോക്കാൻ. കാരണം അവൻ അങ്ങേ എൻഡിലുള്ള 10 കണക്ഷനോ അല്ലെങ്കിൽ 15 കണക്ഷനോ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു സമൂഹത്തിൽ. അങ്ങനെ നമ്മൾ ഭയന്നും ജീവിക്കുകയാണ് സമൂഹത്തെ. അതിന് മീഡിയയുടെ പത്രധർമ്മം, പത്രധർമ്മം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഇങ്ങനെ സമൂഹത്തെ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറപ്പെടുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ സാമുദായികപരമായി ചിന്തിക്കാൻ പറ്റും. നമുക്ക് സമാധാനമാണ്, അല്ലെങ്കിൽ വാല്യൂസ് ഇല്ലാത്ത വളർച്ചയാണ്, കുട്ടികളിൽ വാല്യൂസ് നഷ്ടപ്പെടുന്നു, പേരൻസും കുട്ടികളുമായിട്ടുള്ള അടുപ്പം അകന്നു പോകുന്നു. പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമായിരുന്നു, ഇപ്പം വരുന്ന വഴിക്കാണ് കഴിക്കുന്നത്. അവൻ്റെ വഴി കഴിക്കുന്നു, അവൻ സാൻഡ്വിച്ച് കഴിക്കുന്നു, മറ്റവൻ ബർഗർ കഴിക്കുന്നു, അപ്പച്ചനും അമ്മച്ചയും കഞ്ഞി കുടിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. ആ ഒരു കൂട്ടായ്മ നമ്മളുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ നഷ്ടപ്പെട്ടുണ്ട്. അതൊരു സമുദായത്തിൽ നിന്നുള്ളതല്ല, മൊത്തം ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ ആ ഒരു സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. മാധ്യമത്തെ സഭ ഭയക്കേണ്ടുന്ന കാര്യമില്ല. എന്നാൽ സഭ എങ്ങനെ മാധ്യമത്തെ, സഭയുടെ വാർത്തകൾ ഋജുവായി വളവില്ലാതെ, വളച്ചൊടിവില്ലാതെ നേരായ മാർഗത്തിലൂടെ സഭയിലെ വാർത്തകൾ, സഭയിലെ പ്രോഗ്രാമുകൾ ഒക്കെ എങ്ങനെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നത് സഭ ഇപ്പോഴും നന്നായി, സഭ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന നമുക്കെല്ലാവർക്കും കൂട്ടായ ഒരു ഉത്തരവാദിത്വമുണ്ട്. സഭ എന്ന് പറയുന്നത് തിരുമേനിമാരോ കാതോലിക്ക ബാവ തിരുമേനിയോ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്നുള്ള ഈ സഭയുടെ കൂട്ടായ പ്രവർത്തനം മുഖേന മാത്രമേ ഇത് പ്രാവർത്തികമാവുകയുള്ളൂ.
മാധ്യമത്തെ സഭ ഭയക്കേണ്ടതില്ല എന്ന ഒരു വലിയ കാഴ്ചപ്പാടുള്ളപ്പോൾ തന്നെ എങ്ങനെ സഭയ്ക്ക് ഈ ന്യൂ മീഡിയ, പുതിയ മാധ്യമത്തെ കയ്യെത്തിപ്പിടിക്കുവാൻ സാധിക്കും? അത് ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞത്. അല്ലാതെ ഒരാൾ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു തിരുമേനിയോ വിചാരിച്ചിട്ടുണ്ടാകുന്ന സംഭവമല്ല. ഈ കൂട്ടായ്മ ഇതിൻ്റെ റീച്ച് എങ്ങനെയാണെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഇപ്പം ഞാൻ ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിന് 5 ലക്ഷം രൂപ ഏഷ്യാനെറ്റിന് ചിലവ് വരും. ഇപ്പം ഇവിടെ അതേ ഫെസിലിറ്റീസിൽ അതേ ആംഗിളുകളിലെല്ലാം ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് 5000 രൂപയ്ക്കകത്ത് തരുന്ന ബഡ്ജറ്റായിരിക്കും. അല്ലെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത് വർക്ക് ചെയ്യാം. പക്ഷേ ആക്ച്വലി റിസൾട്ട് രണ്ടിനും ഒന്ന് തന്നെയാണ്. നമ്മൾ ഇവിടെ ഐശ്വര്യ റായി അല്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗ്ലാമർ വേഷത്തിലല്ല വേണ്ടി. ഒരു സഭയ്ക്ക് ഒരു ചാനൽ നടത്തുന്നതിന് എനിക്ക് തോന്നുന്നു അത്രത്തോളം ബഡ്ജറ്റോ അത്രത്തോളം കാര്യമായ ബഡ്ജറ്റോ ഒന്നും വേണമെന്നില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന സംഭവം ഒരുപാട് പേര് സന്നദ്ധരാണ് ഇത്തരം കാര്യങ്ങൾക്ക്. ചാരിറ്റബിൾ സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒരുപാട് പേര് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരുമുണ്ട് സഭയിൽ. എവരെ കണ്ടെത്തുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയമുണ്ട്. ഒരു ഒതുക്കപ്പെടിയില്ല, ഒരു ഏരിയയിൽ മാത്രം ഒതുക്കപ്പെടുന്നു. അദ്ദേഹം തന്നെ ട്രസ്റ്റി, 10 വർഷം കഴിഞ്ഞാൽ അയാൾ തന്നെ സെക്രട്ടറി. ഇത് മാറിയും തിരിഞ്ഞ് വരുന്നൊരവസ്ഥ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുന്ന അവസ്ഥ. ഇതിലൊക്കെ കുറച്ച് മാറ്റം വരുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിച്ചല്ല. ഇതിപ്പം അവർ ഗോവയിൽ നിന്ന് വന്നു ഷൂട്ട് ചെയ്യുന്നു. 5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇവർ 5000 രൂപയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ആക്ച്വലി റിസൾട്ട് രണ്ടും ഒന്ന് തന്നെ. കുറച്ചുകൂടെ ക്ലാരിറ്റി, കുറച്ചുകൂടെ ഇതുണ്ടാവും. ഈ ക്ലാരിറ്റി അല്ല ജനത്തിന് വേണ്ടിയത്. അതായത് ഇംഗ്ലീഷ് സിനിമ കാണുന്നതിനല്ല മലയാളം സിനിമ കാണുന്നത്. മലയാളം സിനിമ കാണുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന എല്ലാ ടെക്നോളജി ഇല്ലെങ്കിലും സിനിമ കാണുന്നുണ്ട്. 100-300 ദിവസം ഓടുന്നുണ്ട്. ഇംഗ്ലീഷ് സിനിമ വെൽ ടെക്നോളജിയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ നമ്മൾ ഹിറ്റാവുന്നുണ്ട്, ഹിറ്റാവാതെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ കഥ പറയുന്നു, എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഒരു സാധ്യതയുള്ള മേഖല തന്നെയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക്. എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭ പലപ്പോഴും ഓർത്തഡോക്സ് സഭ അങ്ങനെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് മാറരുത്. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ സംഭവങ്ങളും, എല്ലാ ആസ്പെക്റ്റുകളും നമുക്ക് വളരെ ശുഭമായ ചില വാതായനങ്ങൾ തുറന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യുവാക്കൾ, തിരുമേനി വളരെ ശ്രദ്ധയോടും വളരെ ശുഷ്കാന്തിയോടുകൂടിയും മാധ്യമ രംഗത്ത് അച്ഛന്മാരെ ആണെങ്കിലും അല്ലാതെ ഉള്ളവരെ ആണെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട എല്ലാ കരുതലുകളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്ന തിരുമേനിയാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും നമ്മുടെ സഭ മാധ്യമങ്ങളെ ഭയക്കേണ്ടതുണ്ടോ? അതോ മാധ്യമങ്ങളുമായി അതിരുവിട്ട ചങ്ങാത്തത്തിനേക്കാൾ നമുക്ക് തന്നെ മാധ്യമങ്ങളെ വളരെ നന്നായി ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സാധിക്കുകയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ പുതിയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ സഭ വെക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്? ഇപ്പോൾ നവമാധ്യമങ്ങളുടെ കാലമാണ് മീഡിയ. അതെ. അപ്പോൾ നവമാധ്യമങ്ങളിൽ ഈ ഇൻ്റർനെറ്റ് സംവിധാനം നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. 2 രീതിയിൽ സാധിക്കും. ഇപ്പോൾ ബൈജു നിർദ്ദേശിച്ചതുപോലെ അതിങ്ങനെയും കുഴപ്പമില്ല എന്ന് ബൈജു പറഞ്ഞത് എനിക്ക് ശുഭതോർക്കമായിട്ട് തോന്നുന്നു. അതായത് ഒരു സ്റ്റുഡിയോയിൽ ആണ് ബൈജുവിനെ പോലെയുള്ള ആളുകൾ സംപ്രേഷണം നിർവഹിക്കാറുള്ളത്. അതല്ല, ഇങ്ങനെ തന്നെയും നമുക്ക് തീർത്തും ചിലവ് കുറഞ്ഞ സാഹചര്യങ്ങളിലും ചെയ്യുന്നതിന് കഥ പറഞ്ഞാൽ മതി. കഥ പറയുന്ന രീതിയും ആവിഷ്കാരത്തിൻ്റെ സൗന്ദര്യവുമാണ് ആളുകൾ വിലമതിക്കുന്നത്, ആഡംബരത്തിൻ്റെ പശ്ചാത്തലത്തേക്കാൾ എന്നുള്ളതാണ് ബൈജു സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ ചിലവഴിച്ചുള്ള ചാനലുകൾ എന്നുള്ള ഒരു ആശയം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ അജിത്ത് അച്ഛനും നോയൽ അച്ഛനും ചെയ്യുന്നത് പോലെ ജേക്കബ് തോമസ് അച്ഛനും അതിനോടൊപ്പമുണ്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ആ നിലയിൽ തന്നെ വലിയ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്നുള്ളത് ഒഴിവാക്കി ചലിക്കുന്ന ചാനലുകൾ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്നുള്ളത് ബൈജു പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് എനിക്ക് ചിന്തിച്ചു പോകുന്നു. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത
ഒരു കുട്ടി വന്ന് ഇവിടെ എടുത്ത ഇവിടുത്തെ ചാപ്പലിൻ്റെ ഒരു ചിത്രമെടുത്ത് അയാളുടെ ഫേസ്ബുക്കിലിട്ടു. അത് പല ആളുകളുടെ വിരൽത്തുമ്പിൽ ചെന്നെത്തുന്നു. എന്നിട്ട് എന്നെ അറിയിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് പലരിലേക്ക് ഈ ചിത്രം ചെന്നു കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെനിക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ നവമാധ്യമങ്ങളെ നമുക്ക് കാലോചിതമായി നമ്മളുടെ യുവജനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അനൗപചാരികമായോ ഔപചാരികമായോ നമ്മുടെ സഭയിലെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മുൻപോട്ട് വന്ന് ഇത് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനായിട്ടുള്ളത്, പ്രതികരിക്കുവാനായിട്ടുള്ളത്? മലങ്കര സഭയുടെ മാധ്യമ ലോകത്തേക്കുള്ള ചുവടുവയ്പ്പുകളിൽ ഏറ്റവും അത്യാധുനികം എന്ന് പറയുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം, 5000 രൂപ മാത്രം ചെലവുള്ള ഒരു സംവിധാനത്തിൽ ഒതുങ്ങി നിൽക്കത്തക്ക ദാരിദ്ര്യം മലങ്കര സഭയ്ക്കില്ല. മറ്റ് മാധ്യമ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ചുവട് വയ്ക്കുന്ന ആളുകൾ അവരുടേതായ മാധ്യമ ലോകത്തേക്കുള്ള ചുവടുവയ്പ്പിന് സംവിധാനങ്ങൾ ഒരുപാട് ഒരുക്കുന്നുണ്ട്. സ്വന്തമായി ആധുനിക രീതിയിലുള്ള അച്ചടിശാലകളോ സ്റ്റുഡിയോകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ട്. ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ തന്നെ ഒരുപാട് സമയവും അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടായ്മ ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ സ്ഥിരമായൊരു സംവിധാനം മലങ്കര സഭയ്ക്ക് മീഡിയ ലെവലിൽ അത് ഒരു ചാനൽ തുടങ്ങുക എന്നതുപോലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊരു മലങ്കര സഭ എന്ന ഒരു ഒറ്റ കൺസെപ്റ്റിൽ വരണം. ഒരു ഭദ്രാസനമെന്നോ അല്ലെങ്കിൽ ഒരു തിരുമേനിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ന സങ്കല്പങ്ങൾക്കുപരിയായി മലങ്കര സഭയ്ക്ക് എന്തുകൊണ്ട് മറ്റുള്ള മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കാൽവയ്പ് നടത്തിക്കൂടാ എന്നുള്ള ഒരു ആശയമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. 1-2 കാര്യങ്ങളൊന്ന് പറയാതെ പറഞ്ഞ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഒരു ജേർണലിസം എന്ന പഴയ വാക്കും ഇന്നത്തെ നവമാധ്യമങ്ങളും ഇതെല്ലാം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജെനുവിനായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ. ഇവിടെ അച്ഛൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ആളെ ഗീവറീസ് അച്ഛൻ ഓർപ്പിച്ചതുപോലെ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് സർഗാത്മകമായി എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. അതാണ് ഈ പറഞ്ഞ പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. മറിച്ച് സർഗാത്മകതയുള്ളവിടത്ത് സംവിധാനങ്ങൾ താനേ ഉണ്ടായിക്കൊള്ളും. വൈദ്യു സൂചിപ്പിച്ചത്, തിരുമേനി അടിവരയിട്ടതും ആ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു സമ്മേളനം കൂടി മഹാത്മാഗാന്ധിയെ ചുമതലപ്പെടുത്തി ഇങ്ങനെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് മേടിച്ചേരണമെന്ന് ഇല്ല. വ്യക്തികൾക്ക് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് എന്തിൻ്റെ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവർ ഒന്നിച്ച് ചേരും. നമ്മൾ സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്നത് അതാണ്. ഒരേ രീതിയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സംഘം ശരണം ഗച്ഛാമി എന്ന് ബൗദ്ധമത ദർശനത്തിൽ പറയുന്ന പോലെ ഒന്നിച്ചു കൂടും, സത്സംഗമായി മാറും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ന്യായമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കടന്നു വരും. മാധ്യമലോകത്തും നമുക്ക് അതാണ് പറയാനുള്ളത്. ഇത് സഭ അവിടുന്ന് തുടങ്ങും, സഭ അവിടുന്ന് എല്ലാം ഇത് ചെയ്തു തരും, ഇങ്ങനെയല്ല. മറിച്ച് നമ്മൾ തുടങ്ങി അതൊരു തലത്തിലെത്തുമ്പോൾ ഒരു അംബ്രല ഓർഗനൈസേഷനായിട്ട് സഭ പലപ്പോഴും വരും. ഇങ്ങനെയൊരു സംവിധാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചകൾ തന്നെ ഇവിടെ ഇത് തുടങ്ങുന്നു, ഇനി അവർ ബാംഗ്ലൂർ വെച്ച് പല വിഷയങ്ങളെക്കുറിച്ച് പലയിടത്ത് വെച്ച് ചർച്ചകളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആശയരൂപീകരണം ഉണ്ടാകും. ആ ആശയരൂപീകരണത്തിന് ഒരു പക്ഷേ ഇതൊരു അടുത്തൊരു തലത്തിലേക്ക് പോകാൻ സാധിക്കും. എന്തായാലും
നമ്മുടെ ചർച്ചയിൽ നിന്നും ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് മലങ്കര സഭയ്ക്ക് ഒരു മാധ്യമം എന്നുള്ള സങ്കല്പം അത് ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാതെ ഒരു സാറ്റലൈറ്റ് മാധ്യമം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം നമ്മുടെ മനസ്സിൽ നിന്നും നിൽക്കാതെ അതിന് പാരലായി അതിന് സമാന്തരമായി സഞ്ചരിക്കുന്ന നവമാധ്യമങ്ങളിൽ കൂടി നമ്മുടെ മാധ്യമ സഞ്ചാരം തുടരുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ ഒരു നല്ല പാത തുറന്നു കിട്ടും എന്ന് തന്നെ ആശിക്കാം. എനിക്ക് ബഹുമാനപ്പെട്ട ബൈജു മില്ലിലയോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുവാനുള്ള എന്തൊക്കെ സ്റ്റെപ്സാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെ നിയമാവലികൾ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുവാനായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു പുതിയ ചാനലുകൾ ഇപ്പോൾ പെർമിഷൻ കൊടുക്കുന്നുണ്ടെന്നതിനെ കുറിച്ചൊരു സംശയമുണ്ട്. അതിപ്പം അത് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടത്. പിന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഒരു ഏരിയയിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു വേണമെങ്കിൽ ഞാൻ പിന്നീടുള്ള അത് നമുക്ക് പ്രാപ്യമായ ഒന്നാണോ? ഇന്ത്യയിൽ ഇപ്പോൾ മതപരമായ ചാനലുകൾക്ക് അനുമതി കൊടുക്കുന്നില്ല. ഇപ്പം ആത്മീയ യാത്ര അവരുടെ ഒരു സെക്കുലർ ചാനലാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. ഷാലോമൊക്കെ കൊണ്ട് അത് നിന്നു. ഷാലോം അതുപോലെ ഒന്ന് രണ്ടെണ്ണമായിരുന്നു. ആ ടൈപ്പിൽ ഇപ്പം കൊടുക്കുന്നില്ല. ഇപ്പം തന്നെ 2-3 കൊല്ലം എങ്കിലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് 2-3 കൊല്ലം നടന്നിട്ടാണ് ആ ഒരു അനുവാദം മേടിച്ചത്. നമ്മുടെ കെ മുരളീധരൻ കാശി ആളുകളുടെ നിന്ന് മേടിച്ചെങ്കിലും അത് ഇപ്പം അനുവാദമൊന്നും കിട്ടാത്തതുകൊണ്ട് മറ്റാരെങ്കിലും കൂടെ നിർത്തി പൈസ തിരിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അത് സാറ്റലൈറ്റ് ചാനൽ നിലവിലുള്ള ചാനലുകൾ മറിച്ച് കൊടുക്കുന്നുണ്ട് പലരും. ഇപ്പം ജനപ്രിയ ചാനലായിരുന്നല്ലോ മുരളീധരൻ്റെ ചാനൽ. ആ ചാനലിപ്പോൾ അവർ അയാളെ മേടിച്ചിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് അല്പം കൂടെ മുന്നോട്ട് പറയാനാണ് തോന്നുന്നത്. ചാനൽ നമ്മൾ തുടങ്ങേണ്ടുന്ന കാലം ഒരു 15 വർഷം മുമ്പായിരുന്നു. ഇപ്പം ആരും ചാനൽ കാണാനിരിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കയ്യിലുണ്ട് എല്ലാ ചാനലുകളും. ചാനൽ ആവശ്യമെങ്കിൽ തുടങ്ങുന്ന തെറ്റൊന്നും ഉണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഇനി ഒരു ഓർത്തഡോക്സ് ടി വി, ഇത് ഒരുപാട് സംഭവങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനോട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ആ തരത്തിലേക്ക് നമ്മളും കൂടെ പോകണം. അതുകൊണ്ട് നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ബാക്കിയുള്ള എല്ലാ രംഗങ്ങളിലൂടെയും അത് എത്തിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു നല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ മീഡിയ സെൻറ്റർ നല്ലൊരു ക്ലാസിക് മൂവി എടുക്കുകയാണെങ്കിൽ അത് ഈ 20 ചാനലും മലയാള ചാനലും അത് സംപ്രേഷണം ചെയ്യും. നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നം ആത്മീയതയെയും കലയെയും തമ്മിൽ നമ്മൾ വേർതിരിക്കാൻ തുടങ്ങിയതോടെ, അല്ലെങ്കിൽ നമ്മുടെ പള്ളിമുറ്റത്തെ ഉണ്ടായിരുന്ന നാടകശാലയെ നാം ഉച്ചാടനം ചെയ്തതോടെ നമ്മൾ അന്യം വന്നു, ഒരുപാട് കലയിൽ നിന്ന് അന്യം വന്നു. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇന്നിവിടെ നമ്മുടെ മലങ്കര സഭയിൽ ഒത്തിരി ക്വാളിഫൈഡ് ഉള്ള പേഴ്സൺസ് നമുക്കുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അവരുടെ ജോലി മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ഏറ്റെടുക്കത്തില്ല. നമ്മളിപ്പം ഞാൻ തന്നെ ചെയ്യുന്ന ജോലിയിൽ സ്ഥാപനം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് തരുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനത് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ മാർത്തോമൻ TV എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ചാനൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതിനെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദേശത്തൊക്കെ നമുക്കൊരു മരണം നടന്നു, ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് നാട്ടിലേക്ക് ഡെഡ് ബോഡി എത്തിക്കാൻ പറ്റത്തില്ല, അവിടെ തന്നെ നമ്മൾ അടക്കുകയാണ്. പക്ഷെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് അത് കാണാൻ പറ്റുന്ന സംവിധാനങ്ങൾ മറ്റ് പല സഭകളിലും ഉണ്ട്. ഈയിടയ്ക്ക് എൻ്റെ ഒരു കസിൻ മരിച്ചപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. 5 പേരും ഞങ്ങളിരുന്ന് ചുറ്റുമിരുന്ന് ഞങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ കാണുകയാണ്. പക്ഷെങ്കിൽ ആ ഒരു സംവിധാനം നമുക്കതില്ല. ഈവൻ കല്യാണം വരെ. പക്ഷെങ്കിൽ നമുക്ക് എത്രത്തോളം അത് ചിന്തിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. കല്യാണം വരെ ലൈവായിട്ട് നമുക്ക് ഈ ചാനലുകൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സുവിശേഷം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, ഒരാൾ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം, പണ്ട് ഗാന്ധിജി അത് ചെയ്തെന്ന് തിരുമേനി പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ വേറൊരാൾക്ക് വരണമെന്നില്ല. നമ്മൾ ആൾ ചെയ്യുമ്പോൾ ആൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ ഇതിനുവേണ്ടി പ്രവർത്തിക്കും. നല്ല രീതിയിൽ ഭംഗിയായിട്ടിത് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അല്ല, ഇത് ഒരു നിങ്ങൾ പൈസയുടെ വിഷയം ഇല്ല. കാരണം ഇതിനകത്ത് പൈസയുടെ പ്രശ്നമല്ല. ഞാൻ ലോകത്തിന്റെ ഇപ്പൊ എന്നോട് കൂടെ വർക്ക് ചെയ്യുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എന്നോട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ആർക്കും 10 പൈസ നമ്മൾ കൊടുക്കാറില്ല. മറ്റ് സഭകളിൽ അവർക്കെല്ലാം കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനത് ഒരു വാക്കിലൊന്ന് പറയും. ഇത് പൈസയേക്കാൾ ഉപരി ഒന്ന് മാനേജ്മെന്റ്. ഇപ്പം അഭിനന്ദ തിരുമേനി പല പ്രസ്ഥാനങ്ങൾ നടത്തും. തിരുമേനിക്ക് എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകാൻ ഒക്കെയില്ല. പക്ഷെ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ട് തന്നെയുള്ള വലിയൊരു ഗുണമാണ് തിരുമേനിക്ക് ഇതിൽ ആരെയും ഏത് സമയത്തും വിളിക്കാനൊക്കും, അവരോടൊന്ന് തിരക്കാനൊക്കും. ഇവിടെ അതെന്തായി, ഇന്ന കാര്യം നടന്നു. ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ സ്കില്ലാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ചാനലുകളായാലും നമ്മുടെ സംവിധാനങ്ങളായാലും ഫലവത്താകാത്തത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോയ്സ് ഉണ്ടാവും, ജോയ്സിന് ഒരു കാര്യം ഏൽപ്പിക്കും, നാളെ അടുത്തൊരു കാര്യം പറയുമ്പം അതും ജോയ്സിനെ ഏൽപ്പിക്കും. ഇപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ചില സഭയിലുള്ള ചില ആളുകളെ നോക്കിയാൽ അവരൊരു 8-10 പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും ചെയർമാനായിരിക്കും, ഡയറക്ടറായിരിക്കും, യാതൊന്നും നടക്കുകയില്ല. ഇല്ല, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം വോളണ്ടറി ആയും ഒരു പൈസയും വാങ്ങിക്കാതെ ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് അവരുടെയൊക്കെ സമയത്തിൻ്റെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ തക്കതായ ആളുകളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ ഈ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം, ഉപയോഗിക്കുന്നത്. അല്ലാതെ ഉള്ള ധാരാളം ആളുകൾ സഭയോട് സ്നേഹമുള്ളവരും എന്തിനാണ് ചെയ്യാനോ പൈസ കയ്യിൽ നിന്ന് മുടക്കി ചെയ്യാനോ തയ്യാറുള്ളവരും ഉണ്ട്. ഇപ്പം അവരെ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. എനിക്കൊരു ചോദ്യമുള്ളത്, ഇന്ന് നമ്മുടെ ഓർത്തഡോക്സ് സഭകളിലെ ഭവനങ്ങളായാലും മറ്റ് ഇതര സഭകളിലെ ഭവനങ്ങളായാലും സന്ധ്യയ്ക്ക് ശേഷം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്ന ഒരു പതിവ് വളരെ ശക്തമായിട്ട് കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ സാധാരണ പൈങ്കിളി കഥകളും മറ്റു കഥകൾക്കും ഉപരിയായിട്ട് റിലീജിയസ് ആയിട്ടുള്ള സീരിയലുകൾ ഓരോ സെക്യുലർ ചാനലുകളും പ്രേഷണം ചെയ്യുന്നുണ്ട്, ഓരോ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്. കത്തോലിക്ക സഭയുടെ സഹായത്തോടുകൂടി വേളാങ്കണ്ണി മാതാവ് എന്ന ഒരു സീരിയൽ ഒരു പ്രമുഖ ചാനൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അതിന് പ്രേക്ഷകരുമുണ്ട്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നാളായിട്ട് ഞാൻ കേൾക്കുന്നതാണ് പരിമല തിരുമേനിയുടെ ജീവചരിത്രം സീരിയലായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നല്ല പുരോഗതിയിലാണ്, ഉടനെ അത് ഒരു പ്രമുഖ ചാനൽ സംപ്രേഷണം ചെയ്യുമെന്നൊക്കെ. എന്നാൽ ഇന്ന് വരെ നമുക്ക് ആ തരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് നാം മീഡിയയെ ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ പുണ്യവാൻ്റെ ജീവിതം അനേകർക്ക് പ്രചോദനമായി തീരുവാൻ ഒരു പക്ഷേ നമ്മുടെ ഈ ശ്രമം കാരണമായി തീർന്നേക്കാം. നടക്കാത്തത് ഭാഗ്യമായി എന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് കുഴപ്പമെന്നാന്ന് ചോദിച്ചാൽ ഈ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ഒരു സീരിയൽ ഏഷ്യാനെറ്റ് ചാനലിലാണ് അത് ഇത് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം അതിനെതിരെ നടത്തിയ ഒരാളാണ് ഞാനും ഉണ്ടായിരുന്നു, 2-3 പേർ വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പ്രസ്ഥാനങ്ങളിൽ കൂടി അത് നടത്തിയത്. അത് അതിനകത്ത് ഈ ചാനലിൽ കാണിച്ച അതും ഈ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ജീവിച്ചിരുന്ന കഥാപാത്രമാണ്. അതൊരു പരമ്പരയായിട്ട് കുറേ അച്ഛന്മാർ ഇങ്ങനെ പരമ്പരയായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് കടമറ്റത്ത് കത്തനാർ. ആ കടമറ്റത്ത് കത്തനാരെ എടുത്ത് ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽപ്പെട്ട കടമറ്റത്ത് കത്തനാരെ എടുത്ത് ഒരു കത്തോലിക്ക സഭയുടെ കപ്പൂച്ചിൻ അച്ഛനായിട്ട് കാണിക്കുകയും അത് ചാനലിൽ അത് നിർത്തിയതിന് ശേഷവും അദ്ദേഹത്തെ ഒരു കോമാളി കഥാപാത്രമായി നമ്മുടെ അന്തരിച്ച സിനിമാ നടൻ ജയനെയൊക്കെ നമ്മുടെ പഴയ ജോൺ അബ്രഹാമൻ സിനിമാ സംവിധായകൻ ഒക്കെ ഇവിടെ ഈ ഒരു കോമാളികളാക്കി അവതരിപ്പിക്കുന്ന ഒരു മോഡലിൽ ഈ ഭാവിയിൽ പരിമല തിരുമേനിയെ കുറിച്ച് അത് വന്നാൽ അത് ചിലപ്പോൾ പരിമല തിരുമേനിയെ കുറിച്ച് ആ രീതിയിൽ ചിലപ്പോൾ വരാൻ പറ്റും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോയത് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ബ്രദറെ, അതിനെ ഒരേ സമയത്ത് ഗുണവും ദോഷമുണ്ട്. വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കും എന്നിരിക്കലും ഇനിഷ്യേഷൻ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കടമറ്റത്ത് കത്തനാർ തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അംഗമായിരുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. നാം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആക്കാഞ്ഞതുകൊണ്ടാണ് കപ്പുച്ചിൻ ഓർഡറിൽ അദ്ദേഹം പുരോഹിതനായി വന്നത്. ഇന്ന് പരിമല തിരുമേനിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രമുഖ സഭ ഈ കേരളത്തിൽ നിലനിൽക്കെ നാം ഇനിയും അതിന് മുൻകൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പരിമല തിരുമേനിയും മറ്റൊരു സഭാംഗമായി തീർന്നേക്കാം. അങ്ങനെ ഒരു അപകടമുണ്ട്. നമ്മുടെ ഈ ചർച്ച പര്യവസാനിക്കുന്നതിന് മുന്നോടിയായി ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു വലിയ
പ്രചോദനം അല്ലെങ്കിൽ ഒരു അന്തസത്ത എന്ന് തോന്നുന്നത് നമ്മുടെ സഭാംഗങ്ങളായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, മാധ്യമരംഗത്തെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രൊഫഷണലും അമച്ചറുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ, അത് വൈദിക ശ്രേണിയിലുള്ളവരാകണമെന്നില്ല, ശ്രീ ജോയിസ് തോട്ടക്കാടിനെ പോലെയും ശ്രീ ബൈജുവിനെ പോലെയൊക്കെയുള്ള വളരെ പ്രൊഫഷണലായിട്ടും അമച്ചറായിട്ടുമുള്ള ഒത്തിരി സഹോദരങ്ങൾ നമുക്ക് സമ്പത്തായിട്ടുണ്ട്, മലങ്കര സഭയ്ക്ക് സമ്പത്തായിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും നമുക്ക് ഒന്ന് കണ്ടെത്തി അവരെ ഒന്ന് ഏകോപിപ്പിച്ച് ഒരു കുടയുടെ കീഴിൽ കൊണ്ടുവന്ന് ശക്തമായ ഒരു മാധ്യമ ശ്രേണി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കില്ലേ എന്നൊരു ചിന്ത. അതിനോട് ഗ്രീവസ് തിരുമേനി എന്തു പറയും? ഒരു വലിയ കുട ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും വന്നതിനകത്ത് ഒരു കൊച്ചു ഇടം ഉണ്ടാവുമല്ലോ. അതിനെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരണ്ട, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാവരുത് താനും. വൈവിധ്യങ്ങളോടെ നിലനിൽക്കട്ടെ, അവരവരുടെ സർഗ ചൈതന്യം പ്രകാശിക്കട്ടെ. പക്ഷേ പ്രതിബദ്ധതയും അർപ്പണവുമാണ് പ്രധാനം. സഭയോടുള്ള പ്രതിബദ്ധതയും അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാനുള്ള അർപ്പണബോധവുമാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ആ പ്രതിബദ്ധതയിൽ ജോയിസിന് ഉള്ള പ്രതിബദ്ധത തന്നെ ബൈജുവിന് വേറെ തലത്തിലുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ജോൺസൺ പുഞ്ചക്കോണമച്ചന് ഉണ്ട്. അപ്പോൾ അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാനുള്ള ഒരു തുറവിയാണ് അടിസ്ഥാന പ്രമാണമായി ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഔപചാരികമെന്നോ അനൗപചാരികമെന്നോ ഔദ്യോഗികമെന്നോ അനൗദ്യോഗികമെന്നോ എന്നുള്ളതിനേക്കാൾ പ്രതിബദ്ധതയും അർപ്പണബോധവുമാണ് കാതൽ എന്നുള്ളത്. അതിൻ്റെ ആ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഒരിടം കിട്ടുന്ന ഒരു വലിയ കുടം ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ ഒരു കമ്പനി നിങ്ങൾ 2-3 പേരും കൂടെ ചേർന്ന് അങ്ങ് തുടങ്ങിയാൽ ഞങ്ങളെല്ലാം കൂടെ കൂടിക്കോളാം, വലിയൊരു കമ്പനി. എനിക്ക് തോന്നുന്നു തിരുവേലി പറഞ്ഞതിനോട് ചേർന്ന് കുടയ്ക്കകത്ത് വരുന്നത് നല്ലതാണ്, പക്ഷെ വന്ന ഉടനെ എല്ലാവരും കൂടെ കൂട്ടിക്കെട്ടി ഇനി കുടയിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറയാൻ അവകാശമില്ല. അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാധ്യമപ്രവർത്തനം നിലയ്ക്കും. ഞാൻ എപ്പോഴും ഔദ്യോഗികത്തെക്കാൾ അനൗദ്യോഗികത്തെ അംഗീകരിക്കുന്ന ആളാണ്. കാരണം ഔദ്യോഗികം എപ്പോഴും, ഞാൻ ചോദിക്കട്ടെ, സഭാകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയിൽ സഭയെ വിമർശിക്കാൻ പോകും ഒക്കെയല്ലോ, പറ്റത്തില്ല. പക്ഷെ ഇച്ചിരി വിമർശനം ഉണ്ടെങ്കിൽ ഈ നാട് നന്നാവുള്ളൂ, സഭ നന്നാവുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി അനൗദ്യോഗികം വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. ശ്രീ ബൈജു മേലില, ഇങ്ങനെ ഒരു സംരംഭം, ഇതിനൊരു ഒരു ആഗ്രഹത്തോടു കൂടി സഭ ആഗ്രഹിക്കുന്നു, വല്ലാതെ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ഊർജവും പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ തന്നെ, ഞങ്ങൾ പ്രൊഫഷണൽസ് എന്ന് കാണുന്ന രീതിയിൽ തന്നെ അങ്ങേപോലുള്ള മാധ്യമരംഗത്ത് വളരെ നന്നായി പ്രശോഭിക്കുന്ന പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും നിങ്ങളുടെ സഹായവും ഉപദേശവും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് എപ്രകാരം ഞങ്ങൾ ആഗ്രഹിക്കാം? ഞാനിപ്പോൾ തിരുമേനി മുമ്പേ സൂചിപ്പിച്ചിരുന്നെന്ന് ഞാനൊരു കാര്യം ഓർത്ത് പറയുകയാണ്. നമ്മുടെ സഭയും കലാരംഗവും തമ്മിൽ ഒരുപാട് അന്തരം വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഇനി അത് നന്നാക്കാൻ എന്താണെന്ന് അറിയില്ല. എല്ലാ പള്ളികളിലും കൊയർ ടീമുണ്ട്. അവരെനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ശനിയാഴ്ച മയക്കിന് അടി കൂടുന്ന ഒരു കൊയർ ടീം അല്ലാതെ ഇവർ എത്രത്തോളം മുന്നോട്ട് പോകുന്നു. ഐഡിയ ശാസ്ത്രം ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. ഞാൻ 2 വർഷം ചെയ്തു. അതേ മലയാളി തന്നെയാണ്, ഈ കാലത്ത് ജീവിക്കുന്ന ആൾ തന്നെയാണ് നമ്മൾ. ഈ സമൂഹ ജീവികളാണ്. എന്തുകൊണ്ട് അവിടെ നിലയ്ക്കും? നമുക്ക് സാമുദായികപരമായി തിരിഞ്ഞു നോക്കിയാൽ ഈ പിള്ളേരെ, ഈ കുട്ടികളെ എങ്ങനെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരാം, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ബേസ്. കുട്ടികളാണല്ലോ അടുത്ത തലമുറ. അല്ല നമ്മൾ ഇന്ന് നമ്മൾ കലാകാരന്മാരെ ഉണ്ടാക്കാവുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ചൊല്ലും വളവുമൊക്കെ കൊടുക്കും. നമ്മൾ സൺഡേ സ്കൂൾ കൊണ്ട് അവസാനിപ്പിക്കാത്ത രീതിയിൽ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അല്ലെ കല ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നടത്തുകയും പണ്ട് നമ്മളിൽ നിന്ന് നഷ്ടം വന്നിട്ടുള്ള, ഇപ്പോൾ എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഞാൻ സിനിമാക്കാരനായി ജീവിക്കാനായിട്ട് ഒരു കാരണവശാലും. എന്നെ വീട്ടിൽ നിന്ന് ആകെ കൊണ്ട് കാണിച്ച പടം മിശ്ചരിത്രമാണ്. ഈ അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ഫാർമസിക്ക് പഠിക്കാൻ പോയി. അവിടുന്ന് ഞാൻ ചാടി ഈ ഫീൽഡിൽ തന്നെ വേണം. അതെൻ്റെ പാഷനാണ്, എൻ്റെ ഇതിനോടുള്ള അർപ്പണമാണ്, ഡെഡിക്കേഷനാണ്, ഒരു ഉദ്ദേശശുദ്ധിയാണ്. എൻ്റെ കൂടെ എൻ്റെ പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് ഒരാളും എന്നെ ഈ രംഗത്തേക്ക് വിടത്തില്ല.
ആ ഒരു സാഹചര്യത്തിൽ അന്ന് അതിനെയൊക്കെ അതിജീവിക്കാൻ അന്ന് നമുക്ക് ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല. ഒരിക്കലും ഒരു മദ്രാസിലേക്ക് ഒരു ജോലി തേടി പോകുന്നില്ല. ഒന്നീ അച്ഛനെ കൊണ്ടുപോകും, അല്ലെ അമ്മയെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് സഭാപരമായി ഇത് കുത്തിവെക്കാം, ഈ ആർട്ട് കുത്തിവെക്കാം. അത് അങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് നമ്മളൊരു ഈ സഭാധ്യക്ഷന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെയൊരു തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് സ്വാഗതാർഹമായിരിക്കും. പുതിയ തലമുറയെങ്കിലും വാർത്തെടുക്കാൻ പറ്റും. ഇപ്പം നടന്നതൊക്കെ കഴിഞ്ഞോട്ട് 20 വർഷം പോയി കഴിഞ്ഞു. അതെ. പക്ഷേ നമ്മുടെ മീഡിയ ഇപ്പം പല രീതിയിൽ വളർന്നിട്ടുണ്ട്. അനിമേഷൻ രൂപത്തിൽ, ലൈവ് ആക്ഷൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് പറയാനുള്ളത് പറയാം. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയുണ്ട്. കാരണം ഏത് കുട്ടികൾക്കും ബന്ധുക്കളുടെ പേര് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ ടോം ആൻഡ് ജെറി അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബൈബിളിലെ കഥകൾ, നമ്മുടെ സഭയുടെ കാര്യങ്ങൾ, നമ്മുടെ പാട്ടുകളൊക്കെ കുട്ടികളുടെ മനസ്സിലെത്തുന്ന രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെ? അതാണ് ചോദിക്കുന്നത്. അനിമേഷൻ വഴിയും കാർട്ടൂൺ വഴിയും ഒരു അനിമേഷൻ ചർച്ച് അനിമേഷൻ സെൻറ്റർ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ പരുവത്തിന്മേലുള്ള കഥകൾ കുഞ്ഞുങ്ങളിലാണ് ആദ്യം എത്തേണ്ടത്. അതൊക്കെ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്ത് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. നല്ലൊരു പോയിൻ്റാണ് അത് പറഞ്ഞത്. എൻ്റെ പേര് ജാനസ് എന്നാണ്. സോറി, ശബ്ദം വലിയായിട്ടില്ലെന്ന്. ഞാൻ മീഡിയയിൽ സോഷ്യൽ മീഡിയ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻ ആൻഡ് ഔട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് എൻ്റെ പ്രൊഫഷൻ. ഒരു വിഷയം എല്ലാവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാനിപ്പം ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും ഇന്ത്യൻ ഓർത്തഡോക്സിനെ ബേസ് ചെയ്ത് കുറേ ഫോറംസും പേജസും ഉണ്ട്. പക്ഷെ പലപ്പോഴായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ അഡ്മിൻ്റായിട്ടും കൂടുതലുള്ള മെമ്പേഴ്സ്, അതിൽ 4-5 പേര് അതിൽ നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുകയും, പക്ഷേ അതൊരു വിഷയം വരുമ്പോൾ അതിനെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും, നെഗറ്റീവായിട്ടുള്ള ഹിസ്റ്ററി യൂസ് ചെയ്യും. പിന്നെ കൂടുതലുള്ള റെഫറൻസ് എന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തിടുക. അതിൽ ആഴത്തിൽ റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുറമെ ഉള്ള കാര്യങ്ങളൊന്ന് വായിക്കുകയോ എടുക്കുകയോ ചെയ്യാതെ ഏതോ ഒരു സോഴ്സിൽ നിന്ന് മാത്രം എടുക്കുകയാണ്. അത് നമുക്ക് ബാധകമായിട്ടുള്ള സോഴ്സാണോ, അത് ഏത് ക്രിസ്ത്യൻ മീഡിയ എന്നുള്ള സോഴ്സാണോ ഒന്നും നോക്കാതെയാണ്. ഇതുപോലെയുള്ള 4-5 പേര് പല പേജസിലായിട്ടും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പേജിൻ്റെ അഡ്മിനാണ്. അതിനാണ് പേഴ്സണൽ പരിചയമുള്ളതുകൊണ്ട് കൂടി പറയുകയാണ്. അവിടെ ഒരു നെഗറ്റീവ് ഫാക്ടർ വന്നാൽ അതിനെ അഡ്മിൻ ആദ്യം അനലൈസ് ചെയ്തിട്ട് അത് എടുത്ത് കളയുകയും, രണ്ടാമത് അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിലും അതിൽ അച്ഛന് ഇൻവോൾവ് ആയിട്ടുള്ള അച്ഛൻ ഞങ്ങൾ അഡ്വൈസ് ചെയ്ത് അതങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലും പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കാണുന്നത് ബാക്കിയുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പേജസിൽ ഇങ്ങനെയൊരു ഇത് നടക്കുന്നില്ല. പല പേജസിലും ഞങ്ങൾ ചെന്നിട്ട്, എൻ്റെ ബ്രിട്ടീഷ് ഓർത്തഡോക്സ് ചർച്ചിലുള്ള അഡ്മിൻ ചെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന പല മെമ്പേഴ്സും ഓർത്തഡോക്സിക്ക് എഗൻസ്റ്റ് ആണ്. പക്ഷെ നടക്കുന്നത് വെച്ചാൽ ഓർത്തഡോക്സ് എന്നൊരു പേര് കാണുമ്പോൾ തന്നെ ഒരു 4-5 ലൈക്ക് കൊടുക്കുന്നു. അവർ വായിച്ച് നോക്കുന്നില്ല, സോഴ്സസ് നോക്കുന്നില്ല. അപ്പം ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോടും യൂത്ത് മെമ്പേഴ്സിനോടും തിരുമേനിമാരോടും കൂടെ കൊണ്ടുവരാനുണ്ട്. കാരണം ഇത് പലതും പല നെഗറ്റീവ് രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത്. പിള്ളേർ ഇതാണ് കണ്ടിട്ട് പിന്നെ നെക്സ്റ്റ് ജനറേഷൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജാനിസ് പറഞ്ഞത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്സ് കോളത്തിൽ ഫ്രണ്ട്സിന് പരസ്പരം കാര്യങ്ങൾ പറയാനുള്ളത്. അതൊരു നെഗറ്റീവ് കമൻസിനോ അല്ലെങ്കിൽ അതിലൂടെ ഒരു യുദ്ധത്തിനോ ഉള്ളതല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ തന്നെ യാക്കോബക്കാരൻ എന്തെങ്കിലും എഴുതിയാൽ ഉടനെ അതിന് കയറി വെട്ടും, അല്ലെങ്കിൽ മർത്തോമക്കാർ, അപ്പോൾ അവൻ മർത്തോമക്കാരനുണ്ടെന്ന് അവന് ഇതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാനിസ് പറഞ്ഞൊരു കാര്യം പഠിപ്പിക്കണം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള, നല്ല ഡിസ്കഷൻസ് നടത്താനുള്ള വേദിയാണ്. ഞാൻ മലങ്കര നസ്രാണി എന്ന് പറഞ്ഞൊരു എക്യൂമെനിക്കൽ ന്യൂസ് പോർട്ടൽ നടത്തുന്ന ഒരാളുടെയാണ്. അതുകൂടാതെ ഒരു ഫേസ്ബുക്കിനകത്തൊരു ഗ്രൂപ്പുണ്ട്, മലങ്കര നസ്രാണി എന്നുള്ള പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഓർത്തഡോക്സ് ആൾക്കാർ ധാരാളം പേരുണ്ട്, യാക്കോബായ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വളരെയധികം ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം യാക്കോബായ ഓർത്തഡോക്സ് ആൾക്കാരാണ് കൂടുതലായിട്ട് ചേർന്നത്. കാരണം എനിക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവരാണ് ചേർന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഭയങ്കര വാറായിരുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് യാക്കോബായ വാറെന്ന് ഭയങ്കര ശക്തമായ വാറായിരുന്നു, അതിഭയങ്കരമായ വാർത്തപ്പോൾ ഇത് കണ്ടുകൊണ്ട് പല ആൾക്കാരും വന്നേച്ച് എന്നോട് ഇതിനെപ്പറ്റി ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുമ്പേ പറഞ്ഞ പോലെ ഇത് വന്ന് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്വയം ക്രമേണ
ഇതിനകത്തുള്ള ആൾക്കാർ പല ആൾക്കാരും സൈലൻ്റായിപ്പോയി. പക്ഷേ ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ അതിനകത്ത് നല്ല ചർച്ചകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പം നമ്മളതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, പക്ഷേ നമ്മളത് സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചാൽ ക്രമേണ ഇതെല്ലാം നല്ല ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളതിനെ നമ്മൾ ഈ ഫേസ്ബുക്കോ അല്ലെ അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ ചർച്ച വളരെ നല്ലപോലെ ഉപയോഗിക്കുകയും കൂടെ ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയകളുടെ നന്മയും തിന്മയും നമ്മൾ ഇവിടെ നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ വിവേകത്തോടു കൂടി ഇതിനെ സമീപിക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരു ഉത്സാഹത്തിൽ, ഒരു എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം അഴിക്കുള്ളിൽ ആകേണ്ടുന്ന ഒരു വളരെ കഷ്ടകരമായ അവസ്ഥയും നമ്മുടെ ഭാരതത്തിൽ പല ഡിസ്കഷനുകളിലും നടന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള നമ്മുടെ ഈ മാധ്യമ വിചാരം, മാധ്യമ സംഭാഷണം വളരെ പുരോഗമനപരമായിട്ടുള്ള, വളരെ നന്മ നിറഞ്ഞ ഒരു ശുഭമായ കുറേ ലക്ഷ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സഭയിലെ വളരെ ശ്രേഷ്ഠരായ, പുരോഗമനപരമായി വിശാലമായി ചിന്തിക്കുന്ന ഇടയ ശ്രേഷ്ഠന്മാരുടെ വളരെ വിശാലമായ ചിന്തകളും ആ നല്ല പ്രബോധനങ്ങളും മുഖേന നമ്മുടെ ഈ തലമുറയും ഇനി വരാനിരിക്കുന്ന തലമുറയും സമൃദ്ധമാകും, അനുഗ്രഹപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും ഒരു സാറ്റലൈറ്റ് ചാനൽ എന്നുള്ള ഒരു വലിയ ലക്ഷ്യം മാത്രം മനസ്സിൽ കൊണ്ടു നിന്നിരുന്ന ഞാനും നിങ്ങളും ഇപ്പോൾ അതിന് സമാന്തരമായി നമുക്ക് ഒത്തിരി പാതകളുണ്ടെന്നും ഈ പാതകളെല്ലാം ചെന്ന് എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലാണെന്നും നന്മയുടെ ഏക ലക്ഷ്യത്തിലാണെന്നും ഉള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ശ്രീ ബൈജു മേലില, ശ്രീ ജോയിസ് തോട്ടക്കാട് ഈ ചർച്ചയിൽ വന്ന് സംബന്ധിച്ചതിന് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അൽവാറിസ് മീഡിയയ്ക്ക് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.